കോഴിക്കോട് കൊയിലാണ്ടിയിൽ സിപിഐഎം ലോക്കൽ സെക്രട്ടറിയെ വെട്ടിക്കൊന്നു. സെൻട്രൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി.വി. സത്യനാഥനാണ് കൊല്ലപ്പെട്ടത്. നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. പെരുവട്ടൂർ സ്വദേശി അഭിലാഷാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. അതേസമയം കൊയിലാണ്ടിയിൽ ഇന്ന് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സിപിഐഎം ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയിലും ചേമഞ്ചേരി, ചെങ്ങോട്ടുകാവ്, അരിക്കുളം, കീഴരിയൂർ പഞ്ചായത്തുകളിലുമാണ് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഇന്ന് ഹർത്താൽ നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു അതിദാരുണമായ ഈ സംഭവം നടക്കുന്നത്. സിപിഐഎം ലോക്കൽ സെക്രട്ടറിയാണ് പി.വി. സത്യനാഥൻ, 64 വയസ്സാണ്. നിലവിൽ ഒരാൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പെരുവട്ടൂർ സ്വദേശിയായ അഭിലാഷാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. പി.വി. ജോഷില കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജോഷില, ഇന്നലെ രാത്രിയാണ് ഞെട്ടലുളവാക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. മൃതദേഹം ഇപ്പോൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെ? കാവ്യ, ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് നാടിനെ നടുക്കിയ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. കൊലപാതകം നടത്തിയിരിക്കുന്നത് രാത്രി 10 മണിയോടുകൂടി കൊയിലാണ്ടി പെരുവട്ടൂരിലെ ചെറിയപുറത്ത് ക്ഷേത്രത്തിൽ ഗാനമേള നടക്കുന്നതിനിടയിലായിരുന്നു കൊലപാതകം. ക്ഷേത്ര മുറ്റത്ത് വെച്ച് തന്നെയാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ സെക്രട്ടറിയായ പി.വി. സത്യനാഥനെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കഴുത്തിൽ 2 വെട്ടുകളുണ്ട്. സർജിക്കൽ ഉപകരണം ഉപയോഗിച്ചാണ് വെട്ടിയത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. അദ്ദേഹത്തെ ഉടനെ തന്നെ കൊയിലാണ്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അപ്പോൾ എത്തുന്നതിന് മുൻപ് തന്നെ മരണപ്പെടുകയായിരുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് അല്പദൂരം സഞ്ചരിക്കുമ്പോഴത്തേക്ക് തന്നെ മരണപ്പെടുകയായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. പ്രതി അഭിലാഷിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും കൊയിലാണ്ടി ആകെ അറിയപ്പെടുന്ന ഒരാളാണ്, ജനകീയനായ ഒരാളാണ് സത്യനാഥൻ. അതുകൊണ്ട് തന്നെ സിപിഐഎം ഏരിയ കമ്മിറ്റി ഇന്ന് കൊയിലാണ്ടിയിലും അരിക്കുളം, ചെങ്ങോട്ടുകാവ്, ചേമഞ്ചേരി പഞ്ചായത്തുകളിലും അടക്കം കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയിലും അടക്കം ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഇപ്പോൾ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വാഹനങ്ങൾ ഓടുന്നുണ്ട്, എന്നാൽ എല്ലാം തന്നെ അടഞ്ഞുകിടക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. കാവ്യ, ജോഷില, ക്ഷേത്ര മുറ്റത്ത് വെച്ച് ഇന്നലെ രാത്രി നടന്നൊരു സംഭവമാണ്. സ്വാഭാവികമായിട്ടും നിരവധിയായിട്ടുള്ള ദൃക്സാക്ഷികൾ ഉണ്ടാകുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഈ കൊലപാതക കാരണം സംബന്ധിച്ച വിശദാംശങ്ങളിലേക്കൊക്കെയും പോലീസ് ഇപ്പോൾ കടന്നിട്ടുണ്ടോ? ഈ പ്രതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, സ്ഥിരീകരിച്ച വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ? പ്രതിയുമായി ബന്ധപ്പെട്ട് പ്രതി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണുള്ളത്. മറ്റ് വിവരങ്ങളൊന്നും തന്നെ ലഭ്യമല്ല. എന്നാൽ ഇവർ തമ്മിൽ മറ്റ് ചില വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. സിപിഐഎം ജില്ലാ സെക്രട്ടറി പി. മോഹനൻ മാസ്റ്റർ ഇന്നലെ രാത്രി തന്നെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ വരികയും മൃതദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം മാധ്യമപ്രവർത്തകരെ കണ്ട അദ്ദേഹം പറഞ്ഞത്, ഇതിൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും മേൽ ആരോപണം ഉന്നയിക്കാറായിട്ടില്ല എന്നുള്ളതാണ് തന്നെയാണ്. കാരണം പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റാർക്കെങ്കിലും ഈ ഒരു കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും പ്രതി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണുള്ളത്. പ്രതി കുറ്റം സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ മേൽ തൽക്കാലം ആരോപണങ്ങളൊന്നും തന്നെ സിപിഐഎം ഉന്നയിച്ചിട്ടില്ല. പക്ഷേ ഇയാൾ ഇപ്പോൾ കുറച്ചു കാലമായി സിപിഐഎം വിരുദ്ധ പോസ്റ്റുകളാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്.